Hi dears, welcome back to Aegon Learning. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീരാജ് സാറാണ്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന്റെ അപ്പുറത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലടാ. ഓക്കെ അല്ലേ? സോ ഈ ചാപ്റ്ററിലെ നല്ല കിടുക്കാച്ചി രണ്ട് ക്വസ്റ്റ്യനുമായിട്ടാണ് സാറിന് വന്നിട്ടുള്ളത്. സോ എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The position of a vector is given by the relation x is equal to 9t cube plus 4t square. What is the velocity of the body in t is equal to 2 seconds? അല്ലേ? അപ്പൊ നമുക്ക് എന്തുണ്ട്, നമ്മുടെ പൊസിഷന്റെ റിലേഷൻ നമുക്ക് കണ്ടല്ലേ. പൊസിഷനും ടൈമും ഉള്ള റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. സോ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു പൊസിഷന്റെ ഇക്വേഷൻ അല്ലേ. പൊസിഷന്റെ ഇക്വേഷൻ എന്താണത്? എക്സ് ഈസ് ഈക്വൽ ടു 9t ക്യൂബ് പ്ലസ് 4t സ്ക്വയർ ആണ്. അപ്പൊ പൊസിഷൻ നമുക്കറിയാം അല്ലേ. നമ്മൾ എങ്ങോട്ട് എത്തിക്കണം? വെലോസിറ്റിയിൽ എത്തിക്കണം. സോ വെലോസിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ വേണം. അതിൻ്റെ അകത്ത് നമ്മൾ ടിക്ക് 2 സെക്കൻഡ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ആ 2 സെക്കൻഡിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് കിട്ടും അല്ലെ. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? dx/dt ആണ്. എന്ന് വെച്ചാൽ എക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടൈം. റെഡി അല്ലേ? സോ നമ്മൾ ചെയ്യാൻ പോവാണ് d/dt ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാടാ? 9t ക്യൂബ് പ്ലസ് 4t സ്ക്വയർ അല്ലേ. നമുക്കറിയാം അവിടെ എന്തുണ്ട്, ഒരു സമ്മേഷൻ ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം? രണ്ട് ടേം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കിക്കേ, d/dt ഓഫ് 9t ക്യൂബും ചെയ്യണം പ്ലസ് എന്ത് ചെയ്യണം? യെസ്, d/dt ഓഫ് എന്തും ചെയ്യണം നമ്മള് 4t സ്ക്വയർ നമ്മൾ ചെയ്യണം അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളുടെ ഡിഫറൻസിയേഷന്റെ ജനറൽ ഫോർമുല എന്താണ്? ഡിഫറൻസിയേഷന്റെ ജനറൽ ഫോർമുല എന്താണ്? d/dx ഓഫ് എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ എന്താണ്? nx റേസ് ടു n മൈനസ് 1 ആണ്. ഈ സാർ നിങ്ങളെ മൈൻഡിൽ എപ്പോഴും വേണം. ഓക്കെ അല്ലേ? സോ d/dx ഓഫ് എക്സ് റേസ് ടു n എന്താണ്? nx റേസ് ടു n മൈനസ് 1 ആണ്. ഇതേപോലെയാണല്ലേ d/dx ഓഫ് എക്സ് റേസ് ടു n. ഇതേപോലെ അവിടെ കിടക്കുന്നത് d/dt ഓഫ് 9t ക്യൂബ് അല്ലേ. അവിടെ n ന്റെ സ്ഥാനത്ത് ഇവിടെ ആരുണ്ട്? 3 ഉണ്ട്. ദാ ഇവിടെ ആരുണ്ട്? n ന്റെ സ്ഥാനത്ത് 2 ഉണ്ട് അല്ലേ. സോ നമുക്ക് രണ്ട് ടേം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കിയേ, യെസ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു അല്ലെ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് d/dt ഓഫ് 9t ക്യൂബ് ആണ് അല്ലെ. 9 അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റുകളെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യാറില്ല. സോ എന്ത് ചെയ്തു? 9 ഞാൻ പുറത്തിട്ടു. d/dt ഓഫ് t ക്യൂബ് പ്ലസ് അടുത്ത ആരാ കോൺസ്റ്റന്റ് ഉള്ളത്? 4 കോൺസ്റ്റന്റ് ആണ്. 4 ഞാൻ പുറത്തിട്ടു. സോ 4 ഇൻറ്റു d/dt ഓഫ് എന്താണ് വന്നത്? യെസ്, t സ്ക്വയർ വരും അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. v ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു t ക്യൂബിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? nx റേസ് ടു അല്ലെ. d/dx ഓഫ് x റേസ് ടു n എന്താണ്? nx റേസ് ടു n മൈനസ് 1 ആണ്. ഇവിടെ n എത്രയാണ്? 3 ആണ്. സോ 3t റേസ് ടു 3 മൈനസ് 1 എന്ന് വെച്ചാൽ 2 ആണ്. സോ എന്ത് വരും? 3t സ്ക്വയർ വരും അല്ലെ. സോ എന്ത് വരും? 3 ഇൻറ്റു t സ്ക്വയർ. റെഡി അല്ലേ? റെഡി അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോ 9 ഇൻറ്റു 3t സ്ക്വയർ അല്ലേ. പ്ലസ് എന്ത് വരും? 4 ഇൻറ്റു t സ്ക്വയറിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? 2t റേസ് ടു 2 മൈനസ് 1 വെച്ചാൽ 2t വരും. റെഡി അല്ലേ? സോ എന്ത് വരും? 2 ഇൻറ്റു t വരും അല്ലേ. സോ വെലോസിറ്റീസുകൾ ഒന്ന് വന്നു. യെസ്, 9 ഇൻറ്റു 3 എത്രയാണ്? 27 ആണ്. ഇൻറ്റു t സ്ക്വയർ ഉണ്ട്. പ്ലസ് 4 ഇൻറ്റു 2 എന്താണ്? 8 ആണ്. 8 ഇൻറ്റു t ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ നമ്മുടെ യെസ് വെലോസിറ്റിയുടെ റിലേഷൻ നമുക്ക് കിട്ടി എന്താണ്? v ഈസ് ഈക്വൽ ടു 27t സ്ക്വയർ പ്ലസ് 8t ആണ് നമുക്ക് ഈ പറയാം. റെഡി? നേരെ നമുക്ക് എന്ത് ചെയ്യാം? t ഈക്വൽ ടു 2 സെക്കൻഡ് കൊടുത്താൽ മതി അല്ലേ. സോ വെലോസിറ്റി ആയിട്ട് 2 സെക്കൻഡ് നമുക്ക് എന്ത് പറയാടാ? 27 ഇൻറ്റു 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 4 ആണ്. പ്ലസ് എന്ത് വരും? 8 ഇൻറ്റു 2 വരും. റെഡി അല്ലേ? റെഡി അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. സോ നമുക്ക് എന്ത് പറയാടാ? യെസ്, വെലോസിറ്റി ആയിട്ട് 2 സെക്കൻഡ് നമുക്ക് എന്ത് പറയാം? 27 ഇൻറ്റു 4 എത്രയാണ്? 80 അല്ലേ. 7 ഇൻറ്റു 4 എത്രയാണ്? 28 ആണ് അല്ലേ. സോ 80 ഇൻറ്റു 28 108 വരും. പ്ലസ് എന്ത് വരും? 8 ഇൻറ്റു 2 എത്രയാണ്? 16 ആണ്. റെഡി അല്ലേ? സോ എന്താ വരിക? 118 പ്ലസ് 6 വരും. 124 വരും അല്ലേ. സോ 124 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമ്മുടെ എന്ത് വരിക? വെലോസിറ്റി അറ്റ് 2 സെക്കൻഡ് വരുന്നത്. റെഡി അല്ലേ? സോ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് പൊസിഷന്റെ റിലേഷൻ നമുക്ക് തരും. നമ്മൾ എന്ത് ചെയ്യും? അതിനെ വെലോസിറ്റിയുടെ റിലേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ? ഡിഫറൻഷിയേറ്റ് എത്തിക്കും. നമ്മൾ എന്ത് ചെയ്യും? അവിടെ ടിക്ക് നമ്മൾ 2 സെക്കൻഡ് കൊടുക്കും. എത്രയാണോ ടൈം, ആ ടൈം നമുക്ക് കൊടുത്താൽ എന്ത് കിട്ടും? ആ ടൈമിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് കിട്ടും. റെഡി അല്ലേ? റെഡി അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. യെസ്, അപ്പൊ നമുക്ക് ചെയ്യാം, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഈസ് റെപ്രസെന്റഡ് ബൈ ദ റിലേഷൻ v ഈസ് ഈക്വൽ ടു 4t സ്ക്വയർ മൈനസ് 2t ആണല്ലേ. തൊട്ട് മുൻപ് തന്നെ എന്തായിരുന്നു? യെസ്, പൊസിഷൻ ആണെങ്കിൽ ഇവിടെ തന്നെ എന്താണ്? വെലോസിറ്റി ആണ്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി ബോഡി അല്ലെ. എന്താണ് നമ്മുടെ ഈ ബോഡിയുടെ ആക്സിലറേഷൻ എന്നാണ് നമ്മൾ ചോദിച്ചു അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം? നമ്മളെ കയ്യിൽ വെലോസിറ്റിയുടെ റിലേഷൻ എന്താണ്? 4t സ്ക്വയർ അല്ലെ
വെലോസിറ്റിയുടെ റിലേഷൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? യെസ്, 4t². അല്ലേ? എന്താ വന്നത്? 4t². v എന്താണ്? 4t² മൈനസ് 2t ആണ്. അല്ലേ? നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്? ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? സോ നമുക്കറിയാം ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? dv/dt ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെലോസിറ്റിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടൈം. അല്ലേ? നേരെ നമുക്ക് ചെയ്തു നോക്കാം. d/dt ഓഫ് v എത്രയാടാ? 4t² മൈനസ് 2t ആണ്. സോ എന്ത് ചെയ്യണം? ഈ രണ്ട് ടേം നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എന്ത് വരും? d/dt ഓഫ് 4t² വരും മൈനസ് എന്ത് വരും? d/dt ഓഫ് 2t വരും. റെഡി അല്ലേ? സോ ഈ രണ്ടാൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഡിഫറൻസിയേഷൻ ജനറൽ ഫോമിൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ്? d/dx ഓഫ് x റേസ് ടു n എന്താടാ? nx⁻n−1 ആണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? ഇത് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലം സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്തെടുക്കാവുന്നേ. സോ എന്ത് ചെയ്യാം? നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോയാലോ? യെസ്, പോവാം അല്ലേ? സോ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ A ഈക്വൽ ടു അല്ലേ? ഫസ്റ്റ് വന്ന ടേം എന്താണ്? d/dt ഓഫ് 4t² ആണ്. അവിടെ 4 എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ബാക്കി എന്ത് വരും? d/dt ഓഫ് t² ആണ്. മൈനസ് അടുത്ത ആള് കോൺസ്റ്റന്റ് ഇതാടാ 2 ആണ് കോൺസ്റ്റന്റ് ഉള്ളത്. സോ 2 നമ്മൾ പുറത്തെടുത്തു. ബാക്കി എന്താ വന്നത്? dt/dt ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. A = 4 × t² ഡിഫറൻസിയേഷൻ എന്താടാ? 2t⁻2 2 - 1 അല്ലേ? സോ എന്ത് വരും? 4 × 2t എന്ന് വരും. മൈനസ് 2 × dt/dt നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കാരണം അത് 1 ആയിട്ട് മാറി, -2 ആയിട്ട് മാറി. ഓക്കെ. സോ ആക്സിലറേഷൻ A = 4 × 2 എത്രയാണ്? 8 ആണ്. സോ 8t-2 ആണ് വരിക അല്ലേ? സോ നമ്മൾ ആക്സിലറേഷന്റെ ആക്സിലറേഷന്റെ റിലേഷൻ നമുക്ക് എന്ത് കിട്ടി? അല്ലെ? എന്താ കിട്ടിയത്? യെസ്, ടൈമിന്റെ റെസ്പെക്ട് നമ്മൾ റിലേഷൻ എന്താ കിട്ടിയത്? 8t-2 ആണ്. റെഡി അല്ലേ? 8t-2 എന്ന് കിട്ടി. റെഡിയാണോ? ഇവിടെ നിങ്ങൾക്ക് ടൈമിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ടൈമിന്റെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്ത് ചെയ്തുള്ളൂ? നമ്മൾ ആ റിലേഷനിലേക്ക് എത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ. റെഡി അല്ലേ? സോ 8t-2 ഇതാണ് നമ്മുടെ എന്ത് വരിക? ആക്സിലറേഷന്റെ ഇക്വേഷൻ വരിക. റെഡി അല്ലേ? സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ പറ്റിയിട്ടുള്ള 2 കിടുക്കാച്ചി ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല അല്ലേ, നമുക്ക് 2-3 റിലേഷൻ അല്ലെ 2-3 നമ്മുടെ പൊസിഷൻ ടൈം റിലേഷനും പൊസിഷൻ വെലോസിറ്റി റിലേഷനും വെലോസിറ്റി ടൈം റിലേഷനും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള പ്രോബ്ലംസും ചെയ്യാറുണ്ട് അല്ലെ. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലൈവിൽ അങ്ങോട്ട് കവർ ചെയ്തല്ലോ. സോ നമുക്ക് ലൈവ് ഉണ്ട്. ലൈവ് എന്നാ പറയണ്ടേ? ലൈവ് നമുക്ക് 20-ാം തീയതി രാത്രി 7:30 നമ്മുടെ ഷോ 50 ക്വസ്റ്റ്യൻ സീരീസ് ഞാനും വരുന്നുണ്ട്. ഈ ചാപ്റ്ററുമായിട്ട് വരുന്നുണ്ട്. സോ ആരും മിസ്സാക്കരുത്. എന്ത് ചെയ്യണം? നമ്മുടെ ലൈവിൽ നിങ്ങൾ എല്ലാവരും കാണണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ അതുവരേക്കും എല്ലാവർക്കും ബൈ.